ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാധ വേദനോട് ചോദിക്കുന്നുണ്ട്, എന്താ കയറൊന്നില്ലേ എന്ന് ചോദിക്കും. ഇല്ല. പിന്നെ എന്തിനാണ് വണ്ടി കൈ കാണിച്ച് നിർത്തിച്ചത് എന്ന് പറയും. അത് നീയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല എന്ന് പറയും കേട്ടോ. അതിനെന്താ, ഞാനാണെങ്കിൽ എന്താ, ഞാൻ ഈ യൂണിഫോം ഇട്ട് നടക്കുന്നത് ഓട്ടോ ഓടിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ കാണാതല്ല. അപ്പോൾ വേദ പറയും, എനിക്ക് താല്പര്യമില്ല നിൻ്റെ ഓട്ടോയിൽ കയറാൻ, ഞാൻ വേറെ ഓട്ടോയിൽ പൊക്കോളാം എന്ന് പറയും കേട്ടോ. ആഹാ, കൈ കാണിച്ച് വിളിച്ചിട്ട് ഓട്ടോയിൽ കയറൂലെന്നോ? അതെ, ഞാനും നീയും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ ഞാനൊരു ഓട്ടോക്കാരിയാണ്, അതുകൊണ്ട് എന്നെ ഒരാൾ കൈ കാണിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് എത്തേണ്ട സ്ഥലത്ത് ഞാൻ എത്തിക്കും. എനിക്കിപ്പോൾ താല്പര്യമില്ല എന്നല്ല പറഞ്ഞ വേദ പറയുമ്പോൾ രാധ പറയാണ്, അതെ, ഈ ഓട്ടോയിലാണ് നീ ആദ്യമായിട്ട് വിക്രത്തിനെ കാണാനായിട്ട് വന്നത്. അന്ന് തുടങ്ങി എൻ്റെ കഷ്ടകാലമാണ്. എങ്കിലും പിന്നെ സാരില്ല, ഈ ഓട്ടോയിൽ പോകുന്നതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് ചോദിക്കണം. എനിക്ക് താല്പര്യമില്ല എന്നല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് വേറൊരു ഓട്ടോ വരുമ്പോൾ വേഗം തന്നെ വേദ ആ ഓട്ടോ കൈ കാണിച്ച് നിർത്തിയിട്ട് അതിൽ കയറി പോവുകയാണ്. അപ്പോൾ രാധയ്ക്ക് സംശയമാവും, ഞാൻ അറിയാൻ പറ്റാത്ത ഏതോ ഒരു സ്ഥലത്തേക്കാണല്ലോ പോകുന്നത്, എന്തായാലും നോക്കിയിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞാൽ ആ ഓട്ടോയുടെ പിന്നിൽ കൂടെ പോവുകയാണ്. ഇതേ സമയം സജീവനും അതുപോലെ ജോസഫും രാജേട്ടനും വിക്രമൊക്കെ കൂടിയിട്ട് ആ മരുന്നിൻ്റെ കാര്യം ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഗോഡൗൺ കണ്ടെത്തണം. സത്യചന്ദ്രൻ എന്നാണ് അയാളെ പേര് എന്ന് പറഞ്ഞിട്ട് രാജേട്ടൻ ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചിരിക്കുകയാണ്, പറ്റിയ പേര് സത്യചന്ദ്രൻ. എന്തായാലും കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്, ഉടനടി ഇതിനെന്തെങ്കിലും തീരുമാനം എടുക്കണം എന്നൊക്കെ വിക്രം പറയുകയാണേ. അപ്പോൾ രാജേട്ടൻ പറയുന്നുണ്ട്, ശരിയാണ്, എന്തായാലും അയാളുടെ ഗോഡൗൺ കണ്ടെത്തണം, അതിനുശേഷം നമുക്ക് കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കാം. മൊബൈൽ നമ്പറൊക്കെ ഞാൻ സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് രാജേട്ടൻ പറയും കേട്ടോ. അങ്ങനെ അവർ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. അങ്ങനെ മെഡിക്കൽ സ്റ്റോറിൻ്റെ മുന്നിൽ അവർ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഗോഡൗണിൽ നിന്ന് ഒരു വണ്ടി വന്നിട്ട് മരുന്ന് ഇങ്ങനെ കൊണ്ടു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താ മോനെ ഇതിലെന്ന് പറയും, ചോദിക്കാറുണ്ട് രാജേട്ടൻ. അപ്പോൾ മരുന്നാണെന്ന് പറയും. അങ്ങനെ ആ വണ്ടിയുടെ പിന്നിൽ കൂടെ രാജേട്ടനും വിക്രമും കൂടെ പോവുകയാണ് കേട്ടോ. അങ്ങനെ ആ വണ്ടി വന്ന് നിൽക്കുന്നത് ഒരു പഴയ ഒരു ഓടിട്ട ഒരു കെട്ടിടത്തിലാണ്. അപ്പോൾ ആ വണ്ടിയുടെ ബാക്കിൽ തന്നെ വിക്രമും രാജേട്ടനും അതുപോലെ തന്നെ ജോസഫും സജീവനും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണല്ലേ സ്ഥലം. അങ്ങനെ സത്യചന്ദ്രൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണേ. തൃശ്ശൂർ ഭാഷയിലാണ് കേട്ടോ വിക്രം സംസാരിക്കുന്നത്. എന്നിട്ട് ചോദിക്കും, അതെ സത്യേട്ടനല്ലേ എന്ന് ചോദിക്കും. സത്യേട്ടനോ? അതാര്? അല്ല, സത്യചന്ദ്രൻ ചേട്ടനല്ലേ? എന്താ നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്ന് ചോദിക്കും. അല്ല, എനിക്ക് കുറച്ച് മരുന്ന് വേണമായിരുന്നു. മരുന്നോ? എന്ത് മരുന്ന് ചോദിക്കും. അല്ല, കുറച്ച് സിറപ്പും ഗുളികയും അങ്ങനെയുള്ള കുറച്ച് മരുന്നുകൾ എന്ന് പറയും കേട്ടോ. മരുന്നുകളോ? അത് വേണമെങ്കിൽ ഷോപ്പിലേക്ക് നേരിട്ട് ചെന്നാൽ മതി എന്ന് പറയും. ഷോപ്പിലൊന്നും വേണ്ട, എനിക്ക് നിങ്ങളുടെ ഗോഡൗണിലേക്ക് വന്നാൽ മതി എന്ന് പറയും കേട്ടോ. ഗോഡൗണോ? ഇപ്പം നിങ്ങൾ നിൽക്കുന്ന ഗോഡൗണില്ലേ, അത് തന്നെ. അപ്പം അയാൾക്ക് അപകടം മണത്തു കേട്ടോ. അപ്പോൾ അത് ഇപ്പോൾ തന്നെ വരാമെന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ അയാളാണെന്ന് വെച്ചാൽ അവിടെയുള്ള ഗുണ്ടകളോട് പറയുകയാണെ, നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഗേറ്റ് പൂട്ടി പുറത്ത് വെക്കോ, അവൻ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ചോദിച്ച് മനസ്സിലാക്കട്ടെ എന്ന് പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് വേദ ശ്രീനിസാറിൻ്റെ വീടിൻ്റെ അവിടേക്ക് വരികയാണ് കേട്ടോ. അങ്ങനെ ഓട്ടോ ഇറങ്ങുന്നുണ്ട്. തൊട്ട് പുറകെയായിട്ട് രാധയുണ്ട് കേട്ടോ. രാധ കുറച്ച് നീക്കി നിർത്തിയിട്ട് നോക്കുന്നുണ്ട്. പിന്നീട് കാണിച്ചത് നമ്മുടെ വിക്രത്തിനെയാണ്. വിക്രമും കൂട്ടുകാരും കൂടിയിട്ട് ആ ഗോഡൗണിൻ്റെ അവിടേക്ക് ചെല്ലുകയാണ്. അവർ വാതിൽ പൂട്ടി പോകാറാകുന്നതിന് മുമ്പ് തന്നെ വിക്രം അകത്തേക്ക് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ആരാടാ നീ, എന്താടാ വേണ്ടതെന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. അതെന്താ ഇങ്ങനെ പറയുന്നത്? ഞാൻ പറഞ്ഞില്ല, എനിക്ക് കുറച്ച് മരുന്ന് മതിയെന്ന്. ഡേറ്റ് കഴിഞ്ഞ കുറേ മരുന്നുകളൊക്കെ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതിൽ നിന്ന് കുറച്ച് മരുന്ന് തന്നാൽ മതി എന്നൊക്കെ വിക്രം ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോഴേക്കും അയാൾ ഗുണ്ടകളെ വിളിക്കാൻ കേട്ടോ. ഗുണ്ടകൾ വിളിക്കുമ്പോൾ ഗുണ്ടകൾ വന്ന് അടിയും പിടിയൊക്കെ ആവും. എല്ലാ ഗുണ്ടകളും വിക്രത്തിൻ്റെ അടി കിട്ടി ഓടുകയാണ്. അതിനുശേഷം പറയുന്നുണ്ട്, സത്യേട്ടാ ഇതൊക്കെ തെറ്റല്ലേ ഈ ചെയ്യുന്നത്, മേലിൽ ഈ പണി ആവർത്തിക്കരുതെന്ന് പറഞ്ഞതിന് ശേഷം അയൊരു മരുന്നൊക്കെ വെച്ചിട്ടുള്ള ഒരു ഭാഗത്തേക്ക് പോവുകയാണ്. അതിനുശേഷം കുറച്ച് ഒരു ക്യാനിൽ പെട്രോൾ കൊണ്ടുവന്നിട്ടുണ്ടാവും വിക്രം. ആ പെട്രോള് ആ ഗോഡൗണിൽ ആ ഒരു മരുന്നിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചിട്ട് ആ മരുന്നൊക്കെ കത്തിക്കുകയാണേ. പിന്നീട് കാണിക്കുന്ന രാധനെയാണ് കേട്ടോ. രാധ ഇങ്ങനെ നിൽക്കുകയാണ്, വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോഴേക്കും സുധ കാറിൽ വന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ മോളെന്താ ഈ നേരത്ത് വന്നിരിക്കുന്നത്, എന്താ പുറത്ത് നിൽക്കുന്നതെന്ന് പറയും. അപ്പോൾ ശ്രീനി സാറിനെ കാണാൻ വന്നതാന്ന് പറയും. എന്നിട്ട് എന്താ കണ്ടില്ലേന്ന് ചോദിക്കും. ശ്രീനി സാർ അകത്തുണ്ടല്ലോ, അത് സാറ് കുളിക്കുകയാണെന്ന് പറഞ്ഞു. എന്നാൽ കയറി വായോ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കൊണ്ടുപോകും. രാധ എത്തിച്ച് നോക്കുകയാണ് കേട്ടോ ഗേറ്റിൻ്റെ അവിടെ വന്നിട്ട്. അതിന് ശേഷം അകത്തേക്ക് കൊണ്ടുപോകും. അതേ മോളോടെ ഇരിക്കി, ഞാനൊരു കാര്യം ചെയ്യാം, ശ്രീനി സാറിനെ വിളിച്ചിട്ട് വരാമെന്ന് പറയേ. അപ്പോഴേക്കും ശ്രീനി സാറ് വരികയാണ്, താഴത്തേക്ക് വരികയാണ് കേട്ടോ. വേദ കുറച്ച് നേരം നിന്ന് മുഷിഞ്ഞല്ലേ എന്ന് പറയട്ടോ. അതൊന്നും സാറില്ല. അപ്പോൾ സുധേ നീ 2 കാപ്പി എടുത്തേന്ന് പറയാം. അയ്യോ കാപ്പിയൊന്നും വേണ്ട, സാറില്ല, എനിക്ക് എന്തായാലും വേണം. അപ്പോൾ കൂട്ടത്തിൽ വരണം, വേദയ്ക്ക് എടുക്കാമെന്ന് പറയും. അപ്പോൾ ജനലിൻ്റെ അവിടെ വന്ന് എത്തി നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ രാധ. അങ്ങനെ വേദനയും കൂട്ടി കുറച്ച് ദിവസമായിട്ട് ഞാൻ പറയുന്നുണ്ട് വിക്രത്തിനോട്, ഒന്നും ഇങ്ങോട്ട് വായോ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയാറുണ്ട്, പക്ഷേ പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വേദയായിട്ട് ഇങ്ങോട്ട് വരാറുണ്ടല്ലോ. ഇപ്പം എന്താ വന്നതിൻ്റെ കാര്യം എന്ന് ചോദിക്കുമ്പോൾ
ഒരാവശ്യത്തിന് വേണ്ടിയിട്ടും ഇനി ശ്രീനി സാറിനെ കാണാനായിട്ട് വരാൻ പാടില്ല എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളതെന്ന് പറയുമ്പോൾ തന്നെ ശ്രീനി സാറിൻ്റെ കാര്യം മനസ്സിലാവും കേട്ടോ. അപ്പോൾ വേറെ എന്താ ഇങ്ങനെ പറയുന്നത് ചോദിക്കും. അല്ല, ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് സാറിന് മനസ്സിലായി കാണും. വിക്രത്തിന് അത്യാവശ്യം വിദ്യാഭ്യാസവും വിവരവും ഒക്കെ ഉണ്ടെന്ന് സാറിന് അറിയാലോ. അപ്പം നല്ലൊരു ജോലി ചെയ്ത് ജീവിക്കാനല്ലേ എല്ലാവരും ആഗ്രഹിക്കും. അത് ഞാനും ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയട്ടോ. പക്ഷെ അങ്ങനെ ആഗ്രഹിച്ചാൽ മാത്രം പോരല്ലോ. വിക്രത്തിനെ ശ്രീനി സാറ് കുറച്ച് ഫ്രീ ആയിട്ട് വിടണം എന്ന് പറയുകയാണേ. അപ്പോൾ സുധയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇത് കേൾക്കുന്നത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. സുധേ, നീ കാപ്പി കൊണ്ട് കൊടുക്കുക എന്ന് പറയട്ടോ. സുധ അങ്ങനെ നിൽക്കണ കാണുമ്പോൾ അപ്പോൾ കാപ്പി കൊണ്ട് കൊടുക്കുകയാണ്. ഏതൊരു കവിള് കുടിച്ചിട്ട് ബാക്കി കാപ്പി അവിടെ തന്നെ വെക്കുകയാണ്. എന്നിട്ട് ശ്രീനി സാറ് പറയും, ഞാനതിന് ഇവിടെ ആരെയും പിടിച്ചൊന്നും വെച്ചിട്ടില്ല വേദ എന്ന് പറയട്ടോ. പിടിച്ചു വെച്ചിട്ടില്ലെങ്കിലും ശ്രീനി സാറ് നന്നായിട്ടറിയാം ശ്രീനി സാറിനെ വിട്ട് ഒരിക്കലും വിക്രം ഇവിടുന്ന് പോകൂല എന്നുള്ള കാര്യം. അപ്പോൾ ശ്രീനി സാർ പറയുന്നുണ്ട്, ഞാൻ അവനെ അങ്ങനെ പിടിച്ചു വെക്കുകയും ബലമായിട്ട് ഞാനോരോ കാര്യങ്ങൾ അങ്ങനെ ചെയ്യിപ്പിക്കുകയും ചെയ്തിട്ടില്ല എന്ന് പറയും. അപ്പോൾ വേദ പറയുന്നുണ്ട്, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ശ്രീനി സാറിൻ്റെ അടുത്തുനിന്ന് ഒരിക്കലും വിക്രം വിട്ടു പോകില്ല എന്നുള്ള കാര്യം 100% ഉറപ്പിച്ചിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറയാനായിട്ട് വന്നിട്ടുള്ളത്. അത് ശ്രീനി സാറിന് അറിയാം. എന്തായാലും എനിക്കും വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. ഭർത്താവ് അങ്ങനെ എന്ത് ജോലിയും ചോദിക്കുമ്പോൾ നല്ല ഗുണ്ട എന്ന് പറയണോ? അപ്പോൾ ശ്രീനി സാറ് പറയുന്നുണ്ട്, അവൻ എന്തെങ്കിലും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തെന്ന് വേദയ്ക്ക് തോന്നുന്നുണ്ടോ? ആരെങ്കിലും പണം മോഷ്ടിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, റോബിൻഹുഡ് ആയാലും കായംകുളം കൊച്ചുണ്ണി ആയാലും ആൾക്കാർക്ക് ഇഷ്ടമാണെങ്കിലും കള്ളൻ എന്നുള്ളൊരു പേര് തന്നെയല്ലേ അവർക്കുള്ളതെന്ന് പറയും കേട്ടോ. അപ്പോൾ വിക്രത്തിനൊരു കള്ളനായിട്ട് പറയരുതെന്ന് പറയും ശ്രീനി സാർ. അപ്പോൾ അങ്ങനെയല്ല, ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. വിക്രത്തിൻ്റെ അച്ഛന് വിക്രത്തിനെ ഇഷ്ടമല്ല. ഈ ഒരു ഗുണ്ടാപ്പണി കൊണ്ട് നടക്കുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിനോട് ആൾക്കാർ ചോദിക്കുമ്പോൾ എൻ്റെ മകൻ നല്ല ഒരു സ്വഭാവമുള്ളൊരു ഗുണ്ടയാണെന്ന് പറയണോ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഭർത്താവ് നല്ല സ്വഭാവമുള്ളൊരു ഗുണ്ടയാണെന്ന് പറയണോ എന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ സുധ പറയുന്നുണ്ട്, മോളെ ശ്രീനി സാറിനെ കുറിച്ച് ആൾക്കാർ എന്തൊക്കെ പറയുന്നുണ്ട്, ഞാനതൊക്കെ കാര്യമാക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. നിങ്ങളതിലൊക്കെ സന്തോഷം കണ്ടെത്തുണ്ടാവും, പക്ഷേ ഞാൻ അങ്ങനെയുള്ള ആളല്ല എന്ന് വേദ പറയും. അതിനുശേഷം വേദ പറയണേ, എൻ്റെ ഭർത്താവ് നല്ലൊരു ജോലി ചെയ്ത് അന്തസ്സായിട്ട് ജീവിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് എൻ്റെ ഭർത്താവിനെ നിങ്ങൾ എനിക്ക് വിട്ടുതരണം. അദ്ദേഹത്തിന് എനിക്കും എൻ്റെ കുടുംബത്തിനും ഞങ്ങളുടെ കുടുംബത്തിനും മാത്രമായിട്ട് വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ശ്രീനി സാറ് പറയുന്നുണ്ട്, ഇത് വിക്രത്തിനോട് പറഞ്ഞൂടെ? വിക്രത്തിനോട് പറഞ്ഞാൽ ഇത് നടക്കില്ല എന്ന് നന്നായിട്ടറിയാം. അപ്പോൾ സാറ് തന്നെയാണ് അതിന് മുൻകൈ എടുക്കേണ്ടതെന്ന് പറയുകയാണ്. അപ്പോൾ ശ്രീനി സാറ് പറയുന്നുണ്ട്, എന്നാലും ഒന്ന് പറഞ്ഞുപദേശിച്ച് നോക്കുന്നത് നല്ലതല്ലേ? അതൊന്നും ഉപദേശമൊന്നും ഞാൻ അങ്ങനെ കേൾക്കുന്ന ആളല്ല. എന്തൊക്കെ പറഞ്ഞാലും ശ്രീനി സാറിനെ വിട്ട് ഒരിക്കലും പോകില്ല. അതെന്ത് മേജിക്കാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തതെന്ന് പറയട്ടോ. ഒരിക്കൽ ചെയ്യാത്ത തെറ്റിന് 7 വർഷക്കാലം ജയിൽ ശിക്ഷ വിധിച്ചത് വേദയുടെ അച്ഛനാണ്. ആ കാര്യം മറക്കണ്ട. ആ ഒരു ശിക്ഷ കുറ്റമറ്റതായിരുന്നു എന്ന് വേദയ്ക്ക് പറയാൻ കഴിയുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വേദ പറയും, അതെനിക്കറിയാത്ത കാര്യത്തെക്കുറിച്ചാണ് ശ്രീനി സാറ് പറയുന്നതെന്ന് പറയും. ശരിയാണ്, വേദരാജനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. സാഹചര്യ തെളിവുകൾ അവനെതിരെയായിരുന്നു, അതുകൊണ്ടാണെന്ന് അങ്ങനെ സംഭവിച്ചത്. എന്നാലും അതും ഒരു കുറ്റം തന്നെയല്ലേ എന്നൊക്കെ പറയുകയാണേ. അപ്പോൾ വേദ പറഞ്ഞിട്ട് അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. ആ കാര്യം എനിക്ക് അറിയാൻ വേണ്ട. കാരണം ഞാനിപ്പോൾ പറയുന്നത് ഇന്നിനെക്കുറിച്ചാണ്, ഇന്നത്തെ അവസ്ഥയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തെ ഈ വീട്ടിൽ നിന്ന് വിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം നന്നാവും, അദ്ദേഹം നല്ല രീതിയിലുള്ള മനുഷ്യനായി തീരുന്നൊക്കെ പറയുകയാണേ. അപ്പോൾ ഇതൊക്കെ കേട്ട് രാധ പറയാണ്, ഇത് എത്രയും പെട്ടെന്ന് തന്നെ വിക്രമിനെ അറിയിക്കണം എന്നിങ്ങനെ മനസ്സിൽ തീരുമാനിക്കുന്ന കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പ്രമോല് കാണിച്ചിട്ടുള്ളത് രാധ വേഗം തന്നെ ചെന്നിട്ട് വിക്രമിനോട് ഈ കാര്യങ്ങളൊക്കെ പറയുകയാണേ. ശ്രീനി സാറിൻ്റെ മുഖത്ത് നോക്കി വിളിച്ചിട്ടാണ് അവൾ ഇവിടുന്ന് പോകുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വീട്ടിലെത്തിയ വേദന നന്ദിനി പറയുകയാണ്, ഈ അടുക്കളയിൽ ഇനി മുതൽ നീ പാചകം ചെയ്യേണ്ടെന്ന് അമ്മ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറയുകയാണേ. അത് മനസ്സിലാവുന്നില്ല ഈ വേദയ്ക്ക്. അപ്പോഴേക്കും വിക്രം വരികയാണ്. വിക്രം വന്നിട്ട് പിടിച്ച് വലിച്ചെങ്ങാണ്ട് പുറത്തേക്ക് കൊണ്ടുപോകാണ്. അപ്പോൾ അച്ഛൻ വന്നിട്ട് അതിനെ എതിർക്കുന്നുണ്ടെങ്കിലും ഇവളിനി ഈ വീട്ടിൽ വേണ്ട എന്നുള്ളത് ഞാനാണ് തീരുമാനിക്കുന്നത്, ആ കാര്യത്തിൽ വേറൊരാളും ഇടപെട്ടാന്ന് പറഞ്ഞിട്ട് പിടിച്ച് വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ പ്രമോല്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്